വെൽക്കം ബാക്ക് ടു NAN ഫാഷൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു നെറ്റ് ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അവസാനം 2-3-4-5 മേക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യണത് അതൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സെയിം ക്ലോത്ത് തന്നെ ചെയ്യണത്. ഞാനിത് മീറ്ററിന് വാങ്ങിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഒരു 1/2 മീറ്റർ വാങ്ങിച്ചു, അതിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അതേപോലെ മടക്കി മടക്കി കൊടുത്തിട്ട് നമ്മളൊരു പെറ്റലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റാ പോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇവിടെയൊക്കെ ഭയങ്കര മഴ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? വെയിൽ പോയി മഴയായപ്പോൾ ഫുൾ മഴയായി. അപ്പോൾ ഇതേപോലെ നടുവിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ പോലെ റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. മുഴുവനായിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നിയെടുക്കുക. വലിയൊരു സൂചി വാങ്ങിയാൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മഴയുടെ ശബ്ദമായിട്ടാട്ടോ വോയിസ് ഓവറിൽ കുറച്ചൊരു ഡിസ്റ്റർബൻസ് വരുന്നത്. പിന്നെ ഇതൊന്നായിട്ട് കെട്ടുമ്പോൾ ഇതേപോലെ ചെയ്തിട്ട് കെട്ടിട്ട് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് 2 അഡ്ജസ്റ്റിലെ നൂലുകൾ കൂട്ടിക്കെട്ടുക. വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇതളുകൾ റാറാ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതായിട്ട് കണ്ടു, മെസ്സേജസൊക്കെ കണ്ടു. താങ്ക് യു, ഒരുപാട് സന്തോഷം, വെൽക്കം. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മളൊന്ന് അതും കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിംഗിളായിട്ട് ചെയ്യുന്നെങ്കിൽ 2 എണ്ണം വരുമ്പോൾ നല്ല ഭംഗിയിലാവും കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു 4 കളേഴ്സൊക്കെ വാങ്ങിച്ച് വെക്കാം കേട്ടോ. നെറ്റ് ഫാബ്രിക്കിൽ വാങ്ങിച്ചോളൂ. അതാകുമ്പോൾ നല്ല റേറ്റ് കുറവില്ല. ഒരു 60 രൂപയ്ക്കോ 70 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ മതി. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും സൂചി നൂലാണ് യൂസ് ചെയ്യൽ. ഗമ്മ വയ്ക്കാറുണ്ടെങ്കിലും സൂചി നൂലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഉറപ്പാണ്. അതേപോലെ നന്നായിട്ട് തുന്നി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ സെയിം കളർ നൂല് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ അതിൻ്റെ സെൻറ്ററിൽ റെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഹാഫ് ബീഡാണ് സെലക്ട് ചെയ്തത്. സെൻറ്ററിൽ കുറച്ച് വലിയ ഹാഫ് ബീഡും വെച്ചു, ചുറ്റും കുറച്ച് ചെറുതുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തേക്കായാലൊരു അങ്ങനെ ഒരു പിടിച്ച പോലെ ഇതിൽ അറിയും കേട്ടോ, നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. പിന്നെ ഒരു കമൻറ്റ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു. ഇത് ഹെയർ ബാൻഡിലോ ടിക്ടാക്കിലോ എന്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ.